ശ്രീമദ് ഭാഗവതം ക്ലാസ് 267. നമ്മൾ സ്കന്ധ 10 രണ്ടാമത്തെ ഭാഗം, അതിൽ 65-ാമത്തെ അധ്യായമാണ്. ഇത് ബലരാമൻ്റെ ഗോകുലാഗമനവും ഗോപികമാരെ രമിപ്പിക്കുന്നതുമാണ്. ഇതിനു മുമ്പിൽ കൃഷ്ണൻ ഗോപികമാരെ രമിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ബലരാമൻ ഗോപികമാരെ രമിപ്പിക്കുന്നതാണ്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്, ജീവിതമായിട്ടുള്ള സംഭവങ്ങൾ കഥരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മായയിൽ അകപ്പെട്ടുകൊണ്ട് കർമ്മം ചെയ്യുകയാണ്. നമ്മളെല്ലാം നയിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്, അതാണ് നമ്മളായി മാറിയത്. ഈ വ്യത്യസ്തമായി തോന്നുന്നതെല്ലാം അതേ ശക്തിയാണ്. എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുക, ഈ ഒരു ആശയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതാണ്, അല്ലാതെ ഇതിൽ വേറെ ആത്മീയതയൊന്നും നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഇവിടെ ഒരു ആത്മീയത, ആത്മാവുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് നമ്മളിന്ന് ഭാവനയിൽ കാണുന്നൊന്നുമില്ല. മായാലോകമാണ്. മായാലോകമാണെങ്കിൽ ഇങ്ങനെ രമിപ്പിക്കലും എല്ലാം തന്നെയാണ് മായാലോകത്തിൻ്റെ അടിസ്ഥാനം. അതിലൂടെ കുട്ടികൾ ഉണ്ടാകുന്നു, കർമ്മം ചെയ്യുന്നു, പിന്നെ രമിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, കർമ്മം. ഇതാണ് ഈ ജീവിതത്തിൻ്റെ മായൻ്റെ ആ സ്വഭാവം. അതിനെപ്പറ്റിയാണ് പറയുന്നത്. പിന്നെ അതിൽ കയറിയിട്ട് വേറെ ആത്മീയത, നമ്മൾ ഈ ധരിക്കുന്ന തരത്തിലുള്ള ആത്മീയത ഒരു ചുക്കും അവിടെയില്ല. പിന്നെ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ആ ശക്തി വിശേഷം പലതായി വന്നിട്ട് ഇങ്ങനെ വേലകൾ കാണിച്ചിട്ട് തിരിച്ചു പോകുന്നു. അത് മായ. ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അല്ലാതെ നമ്മളിന്ന് ധരിക്കുന്ന പോലെയുള്ള ഒരു ചുക്കും ഇല്ല എന്ന് ബോധിപ്പിക്കാനാണ് ഇപ്പോഴിത് പറയുന്നത്. കഴിഞ്ഞതിനെ നമ്മൾ കണ്ടതാണ്, നമ്മൾ അവസാനം എവിടെയാണ് കൊണ്ടെത്തിച്ചത്? എല്ലാ ഗോപികമാർക്കും ഓരോ കൃഷ്ണനായിട്ട് വന്നിട്ട് അവരുമായിട്ട് രമിക്കുന്നു എന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിലുള്ള പുരുഷന്മാരല്ല, ആ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അവര് ഗോപികമാരുമായിട്ട് മറ്റുള്ള ഗോപികമാർ, അത് ആര് മാറിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ദേവി. കൃഷ്ണന്റെ മാറിൽ കിടക്കുന്ന, അല്ലെ വിഷ്ണുവിൻ്റെ മാറിൽ കിടക്കുന്ന ദേവി തന്നെയാണ് രാധയും. രാധ എന്ന വാക്കുപോലും നമ്മൾ ഇതുവരെ കണ്ടില്ല. പക്ഷെ ഭാഗവതം എടുക്കുമ്പോഴെല്ലാവരും തുടങ്ങുമ്പോൾ തന്നെ രാധയെ എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ അങ്ങനെ ഒരു രാധേനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടു ഇല്ല. നമ്മളെ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭാഗവതം എന്ന് പറഞ്ഞാൽ രാധേ ഇങ്ങനെയെല്ലാം ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തെല്ലോ ആക്കി മനസ്സിൽ വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ മഹാദേവി എന്താകുന്നുണ്ടോ? എല്ലാ സ്ത്രീകളുമായിട്ട് വരുന്നു, കൃഷ്ണൻ പുരുഷന്മാരായിട്ട് വരുന്നു. ഇവരെയെല്ലാം ആ ഈശ്വരനായിട്ട് കണ്ടുകൊള്ളണം, അത്രയേ ഉള്ളൂ. പിന്നെ കഥയിൽ വരുമ്പോൾ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് ഇതുവരെ. ഇനിയിപ്പം ബലരാമൻ്റെ വെച്ചുകൊണ്ട് പോവുകയാണ്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നില് ശ്രീ സുഖൻ പറയുകയാണ്, ശ്രീ ബലരാമൻ ബന്ധുജനങ്ങളെ കാണുവാനായി തേരിൽ കയറിയിട്ട് നന്ദഗോകുലത്തിലേക്ക് പോയി. അപ്പോൾ ബലരാമൻ ഒന്ന് നാട്ടിൽ പോകണമെന്ന് തോന്നി, എല്ലാവരെയും കാണണമെന്ന് തോന്നി, അങ്ങോട്ടേക്ക് പോയി. ഏറെ കാലത്തിന് ശേഷം കാണാൻ കൊതിച്ച ഗോപന്മാർക്ക് ഗോപശ്രീജനങ്ങളും അദ്ദേഹത്തെ ഗാഢാലിംഗനം ചെയ്തു. അത് ഗോപശ്രീകൾ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ബന്ധുക്കളും എല്ലാം തന്നെ ആ സ്നേഹത്തിൻ്റെ പേര്. അല്ലാതെ ആ ആലിംഗനം എന്ന് പറയുന്നത് മറ്റേ ആലിംഗനമല്ല. എല്ലാവരും ഗാഢാലിംഗനം ചെയ്തു. അച്ഛനമ്മമാർ നന്ദനും യശോദയും എല്ലാം ആശീർവദിച്ചു. എന്നിട്ടോ അവർ പറഞ്ഞു, അനുജനായ കൃഷ്ണനോടൊത്ത് വസിച്ച ഭഗവാൻ, അതായത് ഇവിടെ ഭഗവാനായിട്ട് പറയുന്ന ആരാണ്? ഭവാൻ. ആരാണ്? ഈ ബലരാമൻ, ബലഭദ്രൻ. ലോകപാലകരായി നമ്മെ പരിപാലിക്കുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അനിയനോട് കൂടി ചേർന്നുകൊണ്ട് നമ്മളെയെല്ലാം പരിപാലിക്കുക. ഇത് പറഞ്ഞ് അവർ അവനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ആലിംഗനത്താലും ആലിംഗനം ചെയ്യുകയും കണ്ണുനീരുതാൽ അഭിഷേകം ചെയ്യുകയും എല്ലാം ചെയ്തു. കുറേ കാലമായിട്ട് കണ്ടതല്ലേ.
4, 5, 6. പ്രായം കൂടുതലും കുറവും അനുസരിച്ച് അവരെ തമാശ, കരഗ്രഹണം എന്നിവയൊക്കെ മൂലയാണ് ശേഷം. പ്രായം അനുസരിച്ച് വലിയ ആൾക്കാരാണെങ്കിൽ ബഹുമാനിക്കും, സമപ്രായക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, കൈപിടിച്ച്, അല്ലെങ്കിൽ വേറെ ചിലവരെ കൈപിടിച്ച്, ഇങ്ങനെയുള്ള പല രീതിയിൽ അവരെയെല്ലാം അഭിസംബോധന ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, വിശ്രമിച്ചു. ക്ഷീണം തീർന്നപ്പോൾ ചുറ്റും കൂടി നിന്ന ബന്ധുജനങ്ങളുടെ കുശലാന്വേഷണം നടത്തി. ചുറ്റും ബന്ധുജനങ്ങളെല്ലാം അപ്പം കൂടി നിൽക്കുകയാണ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്. ആ റെസ്റ്റെല്ലാം എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവരെല്ലാം കുശലാന്വേഷണം നടത്തി. പിന്നെ സ്നേഹവായ്പിനാൽ ഇടർന്ന വാക്കുകളുടെ അവർ ചോദിച്ചു. രാമ 7. നമ്മുടെ ബന്ധുജനങ്ങൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? എല്ലാവരും ചോദിക്കുന്ന ബന്ധു അവിടെ വീട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. രാമ, നിങ്ങൾ ഭാര്യമാരോടും മക്കളോടും കൂടി വസിക്കുന്ന നിങ്ങൾ ഞങ്ങളെ ഓർക്കാറുണ്ടോ? നിങ്ങളവിടെ ഭാര്യയും മക്കളും എല്ലായിട്ട് വസിക്കുന്ന നിങ്ങളെല്ലാം നമ്മളെല്ലാം ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. 8. ദുഷ്ടനായ കംസൻ കൊല്ലപ്പെട്ടത് സന്തോഷകരം തന്നെ. ആ കംസൻ നിങ്ങളാൽ കൊല്ലപ്പെട്ടത് സന്തോഷകരം തന്നെ. അവരുടെ ബന്ധുക്കൾ തടവിൽ നിന്നും, ഞങ്ങളുടെ ബന്ധുക്കൾ, അവരുടെയല്ല, ഞങ്ങളുടെ ബന്ധുക്കൾ, എല്ലാവരുടെയും ബന്ധുക്കളാണല്ലോ തടവിലായിരുന്നത്. തടവിൽ നിന്ന് മുക്തരായി എന്നത് സന്തോഷകരം തന്നെ. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം തടവിൽ നിന്ന് എന്നിട്ട് മോചിപ്പിച്ചല്ലോ, അത് സന്തോഷകരം തന്നെ. ശത്രുക്കളെയെല്ലാം കൊന്നൊടുക്കി കടക്കുവാൻ പ്രയാസമുള്ള ആ ദ്വാരകാപുരിയിൽ എത്തിയതും സന്തോഷകരം തന്നെ. എല്ലാവരെയും കൊന്നിട്ട് അവിടെ കടക്കുക എന്നുള്ള വലിയ പ്രയാസമാണ്. നിങ്ങൾ അവിടെ കയറി. ഇനി 9. ബലരാമന്റെ സന്ദർശനത്തിൽ ആദരവുണ്ടായ ഭഗവാന്റെ സന്ദർശനത്തിൽ ആദരവുണ്ടായ ഗോപികമാര് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം ഗോപികമാരെല്ലാം ചുറ്റും കൂടിയിട്ട് ബലരാമനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അദ്ദേഹത്തെ പുരശ്രീ ജനങ്ങളുടെ ഇഷ്ടനായിരിക്കുന്ന കൃഷ്ണൻ സൗഖ്യമല്ലേ? കൃഷ്ണന് പുരശ്രീ ജനങ്ങളുടെ ഇഷ്ടനായിരിക്കുന്ന കൃഷ്ണന് സുഖം തന്നെയല്ലേ? അവിടെ എത്തിയാലും അവരങ്ങനെ കുറേ പുരസ്ത്രീകൾ ഉണ്ടാവുന്നുള്ളത് അറിയാം. ഇവിടെയുള്ളവരെ തന്നെ ആ സ്വഭാവം അവിടെയും കാണിക്കുമല്ലോ. അതുകൊണ്ട് അവർക്കെല്ലാം സുഖം തന്നെയല്ലേ? കുറച്ച് ഒരു ഇൻഡയറക്റ്റ് ചോദ്യങ്ങളാണല്ലോ ചോദിക്കുക. അദ്ദേഹം അച്ഛനെയും അമ്മയെയും വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? അച്ഛനെയും അമ്മേനെയെല്ലാം വല്ലപ്പോഴും ഓർപ്പാണ്. ഇനി അച്ഛൻ്റെയും അമ്മേൻ്റെയും ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ കാണാമെന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ചോദിക്കുന്നത്. മഹാബാഹുവായ അദ്ദേഹം ഒരിക്കലെങ്കിലും അമ്മയെ കാണാൻ ഇനി വരുമോ? അദ്ദേഹം ഇനി എപ്പോഴെങ്കിലും അമ്മേനെ കാണാനെങ്കിലും വരും. കാരണം ഉദ്ദേശം നമ്മളെ കാണുന്നത് നമുക്ക് കാണാനാണ്. പക്ഷെ അമ്മേൻ്റെ പേര് പറഞ്ഞ് ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ പരിചരണങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? നമ്മൾ പരിചരിച്ചതിനെ പറ്റിയാൽ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? എന്നെ പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹേ പ്രഭു, യാതൊരാളുടെ പ്രീതിക്ക് വേണ്ടി അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭർത്താവ്, മക്കള് എന്നിവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അത് മാത്രമല്ല ഉപേക്ഷിച്ചു കൂടാത്തവരായ മറ്റുള്ളവരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഞങ്ങളെ ഉടനടി അറക്കപ്പെട്ട സ്നേഹബന്ധത്തോട് കൂടിയവനായി വിട്ടേച്ചു പോയി. നമ്മളെല്ലാവരും ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് ചെന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ചെയ്ത് ഉടനെ തന്നെ ആ ബന്ധയിൽ അറുത്തുകൊണ്ട് അറക്കപ്പെട്ട സ്നേഹബന്ധത്തോട് കൂടിയവനായിട്ട് നമ്മളെയെല്ലാം വിട്ടേച്ച് പോയി. ഇനി അത്തരമുള്ള വചനം സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വചനം, അദ്ദേഹം വാക്ക് പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ ഭയങ്കര കഴിവുള്ള കക്ഷിയാണല്ലോ, വശത്താക്കാൻ. അത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? നമ്മളത് വിശ്വസിച്ചു പോയി.
അദ്ദേഹത്തിൻ്റെ വാക്കിൽ മയങ്ങിപ്പോയി എന്നാ പറഞ്ഞത്. പക്ഷേ ആ കക്ഷി ഇപ്പം സ്ഥലം വിട്ടു. ഇനി 13 നിപുണകളായ പരസ്ത്രീകൾ വ്യവസ്ഥയല്ലാത്ത ഹൃദയത്തോടെ ഒരിക്കുന്ന കൃഷ്ണൻ്റെ വാക്കിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? പുരസ്ത്രീകൾ വലിയ വ്യവസ്ഥിതിയൊന്നും ഉറച്ച വ്യവസ്ഥിതിയൊന്നുമുള്ള ഹൃദയത്തോടു കൂടിയല്ലാത്ത കൃഷ്ണൻ്റെ വാക്കുകളെ എങ്ങനെയാണ് വിശ്വസിക്കുക? നമ്മൾക്കോ ഇവിടെ മണ്ടത്തരം പറ്റി. അവരെങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത് ഇങ്ങനെ വാക്കിനെ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇതിലെല്ലാം ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? കൃഷ്ണനെ കാണിക്കൽ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പറ്റും, എങ്കിലേ കൃഷ്ണനെ ലഭിക്കുകയുള്ളൂ. അതിൽ മാറ്റമൊന്നുമില്ല. പുരുഷന്മാർക്ക് കാണിക്കൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയേ പറ്റൂ, അല്ലാതെ കാണാനൊന്നും പറ്റില്ല. പിന്നെ സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എപ്പോഴും ആ നിമിഷത്തിൽ. ഏത് നിമിഷം? ആ നിമിഷം തന്നെ. ആ നിമിഷത്തിൽ അവരുടെ ഭാര്യനെയും ഭർത്താവിനെയും മക്കളെയും എല്ലാം ഈ ലോകം തന്നെ മറന്നുകൊണ്ടാണ് ആ നിമിഷത്തിലുള്ളത്. അപ്പോഴാണ് കൃഷ്ണനുമായിട്ട് ചേരുന്നത്. ചേർന്ന് കഴിഞ്ഞാൽ എത്ര നേരത്തേക്ക്? കുറച്ച് നേരത്തേക്ക്. പിന്നെ ആശ വിട്ടെറിഞ്ഞ് പോകും. അപ്പം ഇങ്ങനെ ആന്തരികമായ പല അർത്ഥങ്ങളുണ്ട്. അതെല്ലാം വേദവ്യാസൻ ഭാവനയിലൂടെ അങ്ങ് അടിക്കുകയാണ്. എന്നിട്ട് അങ്ങനെയുള്ള കൃഷ്ണൻ്റെ അപ്പോൾ അതിനു മുമ്പ് കേൾക്കുന്ന വാക്കുകളെല്ലാം ആരുടെ വാക്കുകൾ തന്നെയാണ്? ഭർത്താവിൻ്റെ വാക്കാണെങ്കിലും അതും ഭർത്താവ് ആര് തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണ്. ആ വാക്കുകൾ എങ്ങനെയാണ് വിശ്വസിക്കുക? വിശ്വസിച്ചിട്ടാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി ചേരുന്നത്. അടുത്ത നിമിഷം കക്ഷി സ്ഥലം പിടിയും ചെയ്യും. പലതരം കെട്ടുകഥകൾ കെട്ടിച്ചമച്ച് പറയുവാൻ മിടുക്കനായിരിക്കുന്ന അദ്ദേഹത്തെ മനോഹരമായ മന്ദഹാസവും കടാക്ഷവുമെല്ലാം, അങ്ങനെ മനോഹര വാക്കുകൾ അടിക്കാനുള്ള കഴിവും അപ്പോഴുള്ള മന്ദഹാസവും അപ്പോഴുള്ള കടാക്ഷവുമെല്ലാം ഉദ്ദീപിക്കപ്പെട്ട കാമത്താൽ പരവശയായിട്ട് അവർ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ പറയുന്ന വാക്കുകളെല്ലാം പരവശയായ സ്ത്രീകൾ എന്ത് ചെയ്യും? വിശ്വസിക്കുക തന്നെ ചെയ്യും. കാരണം ആ സമയത്ത്, ഏത് സമയത്ത്? ആ സമയത്ത് ഈ ഭർത്താവാകുന്ന ആ ശ്രീകൃഷ്ണൻ എന്തെല്ലാം പറയുമോ, എന്തെല്ലാണ് പലതരം കെട്ടിത്തമിച്ച പറയും. ഓ, നിന്നെ പോലത്തെ കക്ഷി ഈ ലോകത്തിൽ വേറെ ഇല്ല, നീ മറ്റേ ചന്ദ്രനെ പോലെയാണ്, നിന്റെ മുഖം മറ്റേതെല്ലാം ഇങ്ങനെ പറയല്ലോ. ഇതെല്ലാം വിശ്വസിക്കും. ആരെന്നാ പറയുന്നത്? ഈ പുര സ്ത്രീകൾ. അവർക്ക് പിന്നെ ഇത് വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ആളും വിശ്വസിച്ച് പോകുമെന്ന് പറയുകയാണ്. എന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ചോളൂ. അതങ്ങനത്തെ കള്ളക്കഥ പറയാൻ വലിയ കഴിവുള്ളവരാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ഭർത്താവും കൃഷ്ണൻ തന്നെ. അപ്പോഴാണ് എല്ലാം മറക്കുന്നത്. അച്ഛനെയും അമ്മേനെയും എല്ലാം മറന്നിട്ട് പിന്നെ എവിടെ എത്തും? ശരിയായ കൃഷ്ണൻ്റെ അടുത്ത് എത്തും. അപ്പം അത് വിശ്വസിക്കുക തന്നെ ചെയ്യും. അല്ലാതെ നിന്നെക്കാട്ടി വലിയ സുന്ദരി ലോകത്തിലില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കും. പക്ഷെ ഇതെല്ലാം കേൾക്കുന്ന ഇഷ്ടമാണ്. അവർക്ക് തന്നെ അറിയാം ഇതെല്ലാം ചുമ്മാ കെട്ട് കഥകൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കവി ഭാവന ഒന്ന് നോക്കിയേ. അപ്പോൾ 14 ഗോപികമാർ പറയുകയാണ്, ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുമ്പോഴും മറ്റേ ഗോപികമാർ പറയുകയാണ്, വേറെ ഈ പറയുന്ന ഗോപികമാരെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കൊണ്ട് നമുക്കെന്ത് കാര്യം? അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്കെന്താ കാര്യം? അതങ്ങ് വിട്ടേക്ക്. മറ്റു വല്ല വാർത്തകളും പറഞ്ഞു കൊടുക്കുക, വേറെ വല്ല കാര്യവും പറയാം. അങ്ങനെ കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം. അദ്ദേഹത്തിന് നമ്മളില്ലാതെ കാലം നീങ്ങിപ്പോകുമെങ്കിലും നമുക്കും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും നമ്മളെ കാലം ഇങ്ങനെ നീങ്ങി പോയിക്കൊള്ളും. 15 ഈ വിധം പലതും പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണന്റെ പുഞ്ചിരിയും
പിന്നെയോ ചടുലവാക്യങ്ങളും മനോഹരമായ നടത്തവും നോട്ടവും കേമം കലർന്ന ആലിംഗനം എന്നിവ ഓർത്തുകൊണ്ട് ഗോപശ്രീകൾ എന്ത് ചെയ്തു? പിന്നെ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നടത്തത്തെപ്പറ്റി അതിനെപ്പറ്റി എല്ലാം ചിന്തിച്ചിട്ട് പിന്നെ ഗോപശ്രീകൾ അതോർത്തിട്ട് കരയാൻ തുടങ്ങി. 16. അപ്പോൾ ബലരാമൻ ശ്രീകൃഷ്ണന്റെ സന്ദേശവാക്കുകൾ കൊണ്ട് ആ ഗോപികമാരെ സമാധാനിപ്പിച്ചു. പിന്നെ കൃഷ്ണൻ പറഞ്ഞ കുറേ സന്ദേശവാക്കുകൾ, കാരണം വാക്ക് കൊടുത്തയക്കാൻ ഭയങ്കര മിടുക്കനാണല്ലോ, അതുകൊണ്ട് കുറേ വാക്കുകൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് ഗോപികമാരെ സമാധാനിപ്പിച്ചു. പല വിജ്ഞാനങ്ങളും തികഞ്ഞ അവിടുന്ന് പലതരത്തിലുള്ള അനുനയന വിദ്യകളിലും നിപുണനാണല്ലോ. എല്ലാ ജ്ഞാനവും തെരഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തു പറയാം? അനുനയിപ്പിക്കാനുള്ള വിദ്യകളിലും അദ്ദേഹം പ്രാവീണ്യനാണ്. എല്ലാ ജ്ഞാനവും തികഞ്ഞവനാണ്. പിന്നെ ഇവരെയെല്ലാം പറഞ്ഞ് അനുനയിപ്പിക്കാനുള്ള കഴിവും അതിലും അദ്ദേഹം നിപുണനാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് 17. ബലവാനായ ബലരാമൻ രാത്രികാലങ്ങളിൽ ഗോപികമാർക്ക് രതിസുഖത്തെ ഉളവാക്കിക്കൊണ്ട് വസന്തകാലം ചൈത്രം വൈശാഖ മാസങ്ങളിൽ മുഴുവൻ അവിടെ താമസിച്ചു. പിന്നെ ബലരാമൻ ഗോപികമാർക്ക് രതിസുഖം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ താമസിച്ചു. ചൈത്ര വൈശാഖ, അതായത് വസന്തമാസത്തിൽ അവിടെ മുഴുവൻ പുള്ളി അവിടെ ഇരുന്നിട്ട് രതിസുഖം ഉണ്ടാക്കിക്കൊണ്ട്. ഈ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ ചിന്തിക്കുക? ഇതുവരെ ഗോപികമാര് കൃഷ്ണനെ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം വേറെ ഗോപികമാരെന്നൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല വേദവ്യാസൻ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം വളരെ ചിന്തിച്ചിട്ടേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താണ്? ഇതേത് ഗോപികമാരാണ്? ആദ്യം പറഞ്ഞ എല്ലാ ഗോപികമാരും തന്നെയാണ്. ഇവിടെയും പറയുന്ന ഗോപികമാർ എന്നാണ്. അല്ല, വേദവ്യാസന് തെറ്റുപറ്റിയ കൺഫ്യൂഷനൊന്നുമില്ല. ഈ ഗോപികമാരുടെ കാര്യം തന്നെയാണ് വേദവ്യാസം പറയുന്നത്. ഇപ്പോൾ ബലരാമൻ ഗോപികമാരുമായിട്ട് രതിസുഖ ആസ്വദിക്കുകയാണ്. നമ്മളെ ആകെ കൺഫ്യൂഷനാക്കിയാണ് വേദവ്യാസം ചെയ്യുന്നത്. പക്ഷെ വേദവ്യാസന് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം മനസ്സിലാക്കുക. അപ്പം കൃഷ്ണൻ കഴിഞ്ഞിട്ട് കൃഷ്ണന് പകരം ഇപ്പം ബലരാമൻ വന്നിട്ടാണ് രതിസുഖം നൽകുന്നത്. അത് എപ്പോഴേ സാധിക്കുകയുള്ളൂ? ആ പറയുന്ന സത്യമാണ്ടിക്ക് എപ്പോഴേ സാധിക്കുകയുള്ളൂ? നമ്മൾ ഏത് ലെവലിലേക്ക് വരണം? ബലരാമനായാലും കൃഷ്ണനായാലും ഭർത്താവായാലും എല്ലാം ആ ശ്രീഹരി തന്നെ. എങ്കിലൊരു പ്രശ്നമില്ല. ശ്രീഹരി തന്നെയാണ് ബലരാമൻ, ശ്രീഹരി തന്നെയാണ് കൃഷ്ണൻ, ശ്രീഹരി തന്നെയാണ് ഭർത്താക്കന്മാർ. അപ്പം പിന്നെ ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ പിന്നെ വേദവ്യാസം സംസാരിക്കുന്ന ലെവൽ ഏതായിരിക്കും? ആ ഉന്നതമായ ലെവലിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കുഴപ്പമില്ല. ആ വിശാലമായ ഒരു അർത്ഥത്തിലേക്കാണ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത്. എല്ലാം നമുക്ക് ഇതൊരു കൺഫ്യൂഷൻ. ഇതെന്താണ് ഗോപികമാര് ഇപ്പൊ കൃഷ്ണൻ, എന്നാ പിന്നെ കൃഷ്ണൻ വേണ്ട, എങ്കിൽ അനിയൻ മതി എന്നുള്ള, അല്ല ചേട്ടൻ മതി എന്നുള്ള നിലയിൽ പോകുന്നത്. ഇങ്ങനെയാണോ ഒരു ഇതെല്ലാം എന്താ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മളെ കൊണ്ടങ്ങ് കിട്ടുകയാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തിക്കൊള്ളുക, ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. ഇതെല്ലാം മായാലോകമാണ്. ഭാഗവതം സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ ബലരാമനെയോ കൃഷ്ണനെയോ കാണണം. ആ തരത്തിൽ ഇതിനെ കാണണം. അത് കാണാത്തിടത്തോളം നിങ്ങൾ ഭേദഭാവത്തിൽ അലഞ്ഞു നടക്കുകയാണ്. ഭർത്താവ് അടുത്തിരിക്കുമ്പോൾ ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല. അതല്ല ഈശ്വരനിൽ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ വേറെ ഏതോ ഈശ്വരൻ്റെ പിന്നാലെ അമ്പലത്തിലും പള്ളിയിലും എല്ലാം നടക്കുകയാണ്. ഈശ്വരനെ വെച്ചുകൊണ്ട് ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട്, അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റാതെ ക്ഷേത്രങ്ങളും മറ്റും കൊണ്ട് നടക്കുകയാണ്. സ്വന്തം അടുത്ത് ഭർത്താവായിട്ട് കൃഷ്ണൻ ബലരാമൻ ഇരിക്കുന്നുണ്ട്, അതും കാണാൻ പറ്റില്ല. എന്നിട്ട് വല്ലേൻ്റെയും പിന്നാലെ ഓടി നടക്കുകയാണ്.
അത് നിങ്ങൾക്ക് ഭേദഭാവങ്ങളുള്ളത് കൊണ്ടാണ്. അത് ആദ്യം എല്ലാറ്റിലും ആ ഈശ്വരനെ ദർശിക്കാൻ പഠിക്കുക. അപ്പോഴേ നിങ്ങൾ ഈ കൺഫ്യൂഷൻ തീരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തലക്ക് വട്ടടിച്ചിട്ട് ആത്മീയ പ്രഭാഷണങ്ങളിലൊന്നും ഇത് കയറി പറയില്ല. ഇത് പറഞ്ഞു പോയാൽ ആകെ ആശയക്കുഴപ്പമായി. ഗോപികമാർ ഇതുവരെ കൃഷ്ണനെയാണ് ആരാധിച്ചതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് പറയാണ് ആ കൃഷ്ണനിലേക്കും വേണ്ടിയില്ല ബാലരാമനും മതിയെന്നായി ഗോപികമാർക്ക്. ഇതൊന്നും പ്രഭാഷണത്തിൽ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്. ഇത് കേൾക്കുന്നവർക്ക് തോന്നും വേദവ്യാസം എന്താ വേറെ വല്ല അസുഖമുണ്ടോ, എന്തായി എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ആരുടെ കുഴപ്പം? ആ ലെവലിലേക്ക് വരിക. അതിനാണ് വേദവ്യാസം ശ്രമിക്കുന്നത്. നിങ്ങൾ ആ ലെവലിലേക്ക് വരണം. എല്ലാറ്റിലും ശ്രീഹരിയെ കാണാൻ ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എത്താൻ പറ്റുന്നുള്ളവരും മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അവരിങ്ങനെ വട്ടടിച്ച് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ച് ആത്മീയ പ്രഭാഷകരും ചില അധ്യായങ്ങളെ ചില ഇതെല്ലാം അങ്ങ് വിടും. ഇനി വേണ്ടത് മാത്രം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കൊച്ചു രാധേ രാധേ എവിടുന്നോ രാധേനെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് രാധേ രാധേ എന്തെല്ലാണ് കാട്ടിക്കൂട്ടുന്നത്. ശരിയായ സുന്ദരമായ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ ആ ഭാഗവതത്തിൻ്റെ ആ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. വേദവ്യാസൻ്റെ ആ ഒരു ഭാവന. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. 18 പൂർണ്ണചന്ദ്രകിരണങ്ങളാൽ തഴുകപ്പെട്ട് ഇപ്പം പൂർണ്ണചന്ദ്രനുള്ള നിലാവുള്ള രാത്രികളിൽ ആമ്പൽ പൂക്കളുടെ മണം കാറ്റിലൂടെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ആ കാറ്റ് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ യമുനാ നദിയുടെ തീരത്ത് വെച്ച് അല്ലെങ്കിൽ പല ശംഖുമുഖത്തോ തീരത്ത് വെച്ച് ഉപവനത്തിൽ വെച്ച് ശ്രീജനങ്ങൾ പരിവൃതനായി രമിച്ചു. ശ്രീജനങ്ങളുമായിട്ട് പരിവൃതനായിട്ട് അവിടെ നിന്ന് രമിച്ചു. പിന്നെ 19 പിന്നെ ഭഗവാൻ പറഞ്ഞയച്ചത് പ്രകാരം പിന്നെ വരുണ ഭഗവാൻ പറഞ്ഞയച്ചത് പ്രകാരം വരുണ ഭഗവാൻ, വരുണൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ ഓർബിറ്റ് പറഞ്ഞയക്കുന്നത് എന്താണ്? മധ്യത്തിൻ്റെ ദേവതയായ വാരുണി എന്ന മധ്യം. അപ്പം ഓർബിറ്റിൽ നിന്നാണ്, ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ നിന്നാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്, OH. അതുകൊണ്ട് വാരുണി. അതാണ് അങ്ങനെ വരുണ ഭഗവാൻ പറഞ്ഞയച്ചു കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് മദ്യം കഴിച്ചിട്ട് നിങ്ങൾ ആര്? ബലരാമനാണ്, ക്ഷത്രിയ സ്വഭാവമാണ്. അങ്ങേർക്ക് ഇതുവല്ല ഉണ്ടായാലേ ശരിയാവും. ഇപ്പം ഭർത്താക്കന്മാരിൽ ആരുണ്ട്? ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ആരായിട്ട് സങ്കല്പിച്ചോളണം? ബലരാമനായിട്ട് സങ്കല്പിച്ചുകൊള്ളുക. അപ്പം വരുണ ഭഗവാൻ പറഞ്ഞയച്ചത് പ്രകാരം മദ്യത്തിൻ്റെ ദേവതയായ വാരുണി ഒരു ദിവ്യ മരത്തിൽ നിന്നും തിൻ്റെ പൊത്തിൽ നിന്നും താഴോട്ടേക്ക് ഒഴുകി. അതായത് മരത്തിൽ നിന്ന് മദ്യമായിട്ട് ഒഴുകി വന്നു. ആ വനം മുഴുവൻ അതിൻ്റെ നറുമണത്താൽ പരിലസിച്ചു. കാറ്റിനാൽ കൊണ്ടുവരപ്പെട്ട ആ പരിമണത്തെ മണത്തുകൊണ്ട് അവിടെ എത്തിയ ബലരാമൻ സുന്ദരിമാരായ ഗോപികമാരോടൊത്ത് പാനം ചെയ്തു. അവിടെ ഇരുന്നിട്ട് മദ്യവും നല്ലോണം അടിച്ചു. അപ്പൊ ഇത് മദ്യം അടിക്കുന്ന പാർട്ടികളുടെ കാര്യമാണ്. അതായത് നമ്മുടെ സായിപ്പന്മാരുടെ കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നല്ല മദ്യം അടിച്ചിട്ട് പൂശിക്കൊണ്ട് അവിടെ അങ്ങനെ പരിലസിച്ചു. ഇതെല്ലാം ഈ നാട്ടിൽ കാണുന്ന കാര്യങ്ങൾ ഇനി എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ ചില പ്രഭാഷകന്മാർ അവരുടെ വാക്ക് സാമർഥ്യത്തിലൂടെ നമ്മളെ തലമണ്ടക്കകത്തുള്ള മറ്റേ സാധനമാണ് മദ്യം എന്നെല്ലാം പറഞ്ഞ് ചിലപ്പോൾ വ്യാഖ്യാനിച്ചേക്കാം. ഈ വാദ്യം അടിക്കുന്നതിന് വലിയ ഉദാഹരണമായിട്ട് ഒരാൾ മറ്റേ ആളെ കുത്തിക്കൊന്നു. അപ്പം കുത്തിക്കൊന്നാക്ക് വേണ്ടിയിട്ട് വക്കീലുണ്ടാവും, കൊല്ലപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് വക്കീലുണ്ടാവും. രണ്ടുപേരും നല്ല വാദനങ്ങൾ നടക്കും. അപ്പം ഏത് പക്ഷം പിടിക്കും വാദിക്കാൻ
ഭാഷയ്ക്ക് ഒരു കഴിവുണ്ട്. ആ കാശിയുടെ കഴിവനുസരിച്ച് അങ്ങനെ അടിച്ചുവിടും. ഭാഗവത പ്രഭാഷണം, ഭാഗവത സപ്താഹയജ്ഞം വെച്ച് കാച്ചു. പക്ഷെ ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറഞ്ഞേൽപ്പിക്കുമോ? അല്ലാതെ ഇതുവരെ പറയാൻ പറ്റുമോ? അപ്പോൾ 21 ഇതെല്ലാം കണ്ടപ്പോൾ ആകാശചാരികൾ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പോകുമ്പോൾ, അപ്പം മുഖത്ത് നിന്ന് ആകാശചാരികളെല്ലാം എന്ത് ചെയ്യാണ്? പാടിപ്പൊടുത്തുകയാണ് ബലരാമന്റെ ഈ ലീലകൾ. മദ്യലഹരി പിടിച്ച അപ്പോൾ മദ്യലഹരി പിടിച്ചിട്ട് ബലരാമനും സ്ത്രീകളും കൂടി ഇങ്ങനെ നടക്കുന്ന പോകുന്ന ആകാശത്ത് നിന്ന് ദേവതകളെല്ലാം, ആകാശചാരികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരല്ല, നാരദനും എല്ലാം ഉണ്ടാവും. അവരെല്ലാം പാടിപ്പുകഴ്ത്തിയാണ് ഇദ്ദേഹത്തിന് ഈ കഴിവുകളെ പറ്റിയിട്ട്. പാടിപ്പുകഴ്ത്തുമ്പോൾ, ആകാശചാരികൾ പാടിപ്പുകഴ്ത്തുമ്പോൾ മദ്യലഹരി പിടിച്ച ചുഴലുന്ന കണ്ണുകളോടുകൂടി നല്ലോണം കണ്ണെല്ലാം പൂസായിട്ടുണ്ട്. വിയർപ്പ് കണങ്ങളെ മുഖത്ത് നല്ല ആകെ വേർപ്പെല്ലാം ഇങ്ങനെ വന്നിട്ടുള്ള സുന്ദരമായ ആ പുഞ്ചിരിയോടെ മുഖത്താലും ബലരാമൻ സ്ത്രീകളോടുകൂടി വനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു. ആ വനത്തിലൂട്ട് വേദവ്യാസൻ ഇത്രയും അടിച്ചു വിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതെങ്കിലും കണ്ടിട്ടെങ്കിലും ഈ ഭാഗവത ആത്മീയാണ്, ഓ ഭക്തിയാണ്, ഭയങ്കര പവിത്രമായിട്ട് ഇത് തൊടാൻ പാടുള്ളൂന്നെല്ലാം മറ്റേ ഇവരെല്ലാം വാരി തേച്ച് ഭക്തി അങ്ങ് തലക്ക് പോത്തിട്ടാണ് ഭാഗവതം കേൾക്കാനിരിക്കുക. ഭയങ്കര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭാഗവതം കേൾക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ തേടി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എങ്ങനെയാ അവിടെ പറയും? ആരൊക്കെ പറയും? ആരൊക്കെ കേട്ടിട്ടുണ്ടോ ഇത്? ഇത്രയും പറഞ്ഞു വെച്ചിട്ടും അതെല്ലാം വിട്ടുകൊണ്ട് ഇതിനൊരു പരിവേഷം, ഞാൻ പറഞ്ഞ പരിവേഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. എൻ്റെ 23 ലോകരക്ഷകനായ ബലരാമൻ, ലോകത്തെ രക്ഷിക്കുന്ന ബലരാമനെ, കൃഷ്ണനെ വിട്ട്, വേദവ്യാസൻ കൃഷ്ണനെ വിട്ട് പറഞ്ഞെങ്കിലും ഈ ബലരാമൻ തന്നെയാണ് ആര്? ലോകരക്ഷകനായ ബലരാമൻ. ആര്? ശ്രീഹരി. ഇത് നിങ്ങൾ ഈ ദ്വയവ്യാമം ആദ്യം കളയുക, ഭേദഭാവം കഴിയുക, എല്ലാറ്റിലും ശ്രീഹരിയെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ജാതി മത ചിന്തകളെല്ലാം ഇല്ലാതാകും. അപ്പോഴേ നിങ്ങളൊരു ബ്രാഹ്മണനാവുകയുള്ളൂ. നിങ്ങൾ ബ്രാഹ്മണനാവും. ഈ ജാതി മത ചിന്തകൾ വേർപെട്ട് എല്ലാത്തിലുമായി ഒരേ മനുഷ്യനെ കാണാൻ ശ്രമിക്കുമ്പോൾ തന്നെ അപ്പോഴേ നിങ്ങൾ ആത്മീയതയിലേക്കുള്ള ആദ്യ കാല് വെക്കുള്ളൂ. ആ കാല് വെക്കട്ടിക്കിൽ നിങ്ങളിത് കാണുന്നതിന് ഈ ഇതിൻ്റെ എല്ലാം അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ പറ്റണം. അല്ലാതെ ഇതേമാതിരി പറയുന്ന മാതിരി കണ്ടു കഴിഞ്ഞാൽ പുറത്തു പോലും പറയാൻ പറ്റൂല. ആത്മീയ പ്രഭാഷണത്തിൽ ആ ലെവലിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ ലോകരക്ഷിതമായ ബലരാമൻ ജലക്രീഡകൾക്കായി യമുനാ നദി അടുത്തേക്ക് വിളിച്ചു. യമുനാ നദി അത് സ്ത്രീയാണല്ലോ. ജലക്രീഡക്കായി യമുനാ നദീനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു. കാരണം നദിയിൽ നിന്നാണല്ലോ കുട്ടികൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് ദുഷ്യന്തനല്ല, ശാന്തനു മഹാരാജാവല്ല, ഗംഗയെന്നെല്ലാണല്ലോ പുത്രന്മാരെ ഉണ്ടാക്കിയത്. എന്തിന്? ഇതേപോലെ തന്നെ അതുമാതിരി ബലരാമനും വിളിച്ച് യമുനാ നദീനെയും വിളിച്ച്. ബാക്കിയുള്ള ഗോപശ്രീകൾ വന്നിട്ടുണ്ട്, പോരെ യമുനാ നദിയും പോട്ടെ. സുന്ദരിയായ യമുനാ നദി കവിഭാവനയെല്ലാം വരക്കുമ്പോൾ വെള്ള വസ്ത്രം എല്ലാം എന്തെല്ലാം ആയിട്ട് അങ്ങനെ വർണ്ണിക്കും കഥയിൽ യമുനാ നദിയിൽ. അപ്പോൾ മദ്യപിച്ച് മത്തനായ ആ ബലരാമന്റെ വചനത്തെ അവർ അയ്യേ ഇവ മദ്യപിച്ച് കിടക്കുന്ന ഇവന്റെ വിളി അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ആ യമുനാ നദി എന്ത് ചെയ്ത് അതിനെ നിരസിച്ചു. ഇവരെ നിർത്താൻ മദ്യപിച്ച് കിടക്കുകയാണ്. കൃഷ്ണൻ പിന്നെ ഇന്നത്തെ കുറ്റമൊന്നുമില്ല, മദ്യപിക്കൊന്നുമില്ല, നല്ല ബോധത്തോടു കൂടിയാണ്. പക്ഷെ ഇത് പിന്നെ എല്ലാവരും പൂസായിട്ട് നടക്കുന്ന കക്ഷികളാണ്. ആ പൂസായി നടക്കുന്ന കക്ഷികളാരാണ്? ബലരാമനായിട്ട് കണ്ടുകൊള്ളുക.
ഇപ്പം നല്ലത് വരെ അതൊന്നും ഇല്ലാതാക്കാനും കൃഷ്ണനായിട്ടും ഭർത്താക്കന്മാരെ ഏതാണെന്ന് അവരവരെ തീരുമാനിച്ചാൽ അവരവരെ ഭർത്താവൊക്കെ ബലരാം, ചിലപ്പം ബലരാമനായിരിക്കും, ചിലപ്പോൾ കൃഷ്ണനായിരിക്കാം. യമുനാ നദിയെ മദ്യപിച്ച ഉന്നതനായ ആ വചനത്തെ നിരസിച്ച നദിയെ ക്രുദ്ധനായി കലപ്പയാൽ കുത്തിവലിച്ചു. ആ നദിയെ തുടർന്ന് കലപ്പയെടുത്തിട്ട് കൊത്തിയിട്ട് പിടിച്ചിങ്ങോട്ടേക്ക് വലിച്ചു. എടി ദുഷ്ടേ, ബലരാമന്റെ സ്വഭാവങ്ങളാണ്. മദ്യം കഴിച്ചാൽ പിന്നെ എടി ദുഷ്ട ഇങ്ങനെയെല്ലാം തന്നെയാണ് വിളിക്കുക. എന്നെ അനാദരിച്ച് എന്തുകൊണ്ട് നീ അരികിൽ വന്നില്ലയോ? അതുകൊണ്ട് തന്നെ ആ നിന്റെ കലപ്പയുടെ തലപ്പ കൊണ്ട് 1000 വഴികളായിട്ട് നിന്നെ തിരിച്ച് ഞാൻ വിടുന്നതാണ്. ഞാൻ വിളിച്ചിട്ട് വരാതെ നിന്നെ കലപ്പയുടെ കമ്പ് കൊണ്ട് എന്ത് ചെയ്യും? 1000 ചാലാക്കിയിട്ട് നിന്നെ അങ്ങ് തുണ്ടമാക്കി മാറ്റിക്കളയും. അതായത് 1000 കൈവഴികളായിട്ട് നമ്മൾ നദിയിൽ എന്ത് ചെയ്യാം? കലപ്പ ഉപയോഗിച്ചിട്ട്. അതാണ് അതിൻ്റെ അർത്ഥമുണ്ട്. നദി പിടിച്ചിട്ട് വരുമില്ലെങ്കിൽ കലപ്പ എടുത്തിട്ട് ആ നദീനെ 1000 കഷ്ണങ്ങളാക്കി മാറ്റാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? കുറേ തോട് വെട്ടിയാൽ മതി. ഒരു 1000 തോട്. ഇവിടെ 100 ഉള്ളൂ. 100 കൈവഴികളാക്കി മാറ്റിക്കളയും. ഇത് കേട്ട് ഭയന്ന നദി, അപ്പം നദി ഭയന്നു. അപ്പോഴേക്കാണ് ബോധം വന്നത്. ഇതാരാണ്? മറ്റേ കൃഷ്ണന്റെ മാതിരിയുള്ള ബോധം പണ്ടുണ്ടായിരുന്നുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ മാതിരി. ഇവൻ ആര്? അതിൻ്റെ ചേട്ടനല്ലേ? ഇവൻ ശരിയല്ല ആള്. ഇവൻ മദ്യപാനി, ശരിയല്ല. അപ്പോൾ നിന്നെ അടിച്ചിങ്ങനെ ആക്കെന്ന് പറഞ്ഞപ്പോൾ തലയിൽ ബോധം വന്നു. ഇത് കേട്ട് ഭയന്ന നടി ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് കൊണ്ട് കേണ് അപേക്ഷിച്ചു. അപ്പം നദി നേരെ പാദത്തിൽ വന്ന് കേണ് അപേക്ഷിച്ചു. എല്ലാത്തിലും പാദം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഓർത്തോളണം. വേദവ്യാസം ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും എവിടത്തേക്ക് പോകണം? പണ്ട് പറഞ്ഞ കാര്യം. ശ്രീഹരി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ അങ്ങ് ലോകത്ത് അതിരില്ലാതെ പരന്നു കിടക്കുകയാണ്. അതിൻ്റെ പാദത്തിലെ ഒരു തരിക്ക് സമാനമാണ് നമ്മുടെ ഭൂമിയും നദികളെല്ലാം. അതുകൊണ്ടാണ് പാദത്തെ നമസ്കരിക്കുന്നതിൽ അങ്ങോട്ട് തൊടാനൊന്നും പോകാനൊന്നുള്ള കഴിവ് നമുക്കില്ല. അതിൻ്റെ പാദത്തിൻ്റെ അടുത്തുള്ള ഒരു മൺതരിക്ക് സമാനമാണ് 7 ലോകങ്ങൾ. ഹേ രാമ രാമ. എന്നിട്ട് ബലരാമനെ പ്രകീർത്തിക്കുകയാണ്. ലോകനാഥ, നീയാണ് ലോകത്തിൻ്റെ നാഥൻ. അപ്പം പിന്നെ കൃഷ്ണൻ ആരാണ്? ഇവിടെയാണ് വേദവ്യാസം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. രാമ രാമ ലോകനാഥ. അപ്പം ലോകനാഥൻ പിന്നെ കൃഷ്ണനാണോ രാമനാണോ? എല്ലാം ഒന്നാണ്. ലോകനാഥ, യാതൊരാളുടെ അംശത്തിൽ നിന്നാണോ ഈ ലോകമുണ്ടായത്? അതായത് ഈ ബലരാമന്റെ അംശത്തിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. അപ്പം നമ്മൾ എല്ലാവരും ആ ലെവലിലേക്ക് ഉയരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബലരാമനെ നമ്മളും കൃഷ്ണനെയും ബലരാമനെയും എല്ലാം നമ്മളെ ഭർത്താക്കന്മാരായിട്ട് കാണാൻ പറ്റും. കാണണം. ഈ പറയുന്നതെല്ലാം ഭർത്താക്കന്മാരായിട്ട് കണ്ടുകൊള്ളണം. കള്ളു കുടിക്കുന്ന ഭർത്താവാണെങ്കിൽ ബലരാമനായിട്ട് കണ്ടുകൊള്ളൂ. എല്ലാം മറ്റേ സുന്ദരമായ മറ്റേ കള്ളന്നു കുടിക്കാത്ത കെട്ടിയാണെങ്കിൽ കൃഷ്ണനായിട്ട് കണ്ടുകൊള്ളൂ ഭർത്താവ്. ഏത് തരത്തിലാണെന്ന് അതിനനുസരിച്ച് ധരിച്ചുകൊള്ളുക. അത്രയേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഈ കഥയുടെ എല്ലാം അർത്ഥം പിടികിട്ടും. നമ്മുടെ ജീവിതം തന്നെയാണ് പറയുന്നത്. അപ്പോൾ യാതൊരാളുടെ അംശത്തിൽ നിന്നാണോ അങ്ങുണ്ടായത് ഈ ലോകമുണ്ടായത്? ആ നിന്തിരുവടിയുടെ പ്രഭാവത്തെ ഞാൻ മനസ്സിലാക്കിയില്ല. യമുനാ നദി പറയുകയാണ് നിന്തിരുവടിയുടെ പ്രഭാവത്തെ, ആ ശക്തിയെ ഞാൻ വിചാരിച്ച് ചേട്ടൻ ഏതൊരു കള്ളുകൂടിയെന്ന നിലയിലാണ് ചിന്തിച്ചു പോയത്. എല്ലാം സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്. ഭഗവാനെ, വിശ്വത്തിൻ്റെ മുക്തി നൽകുന്നവനെ, ഭക്തകാരുണികനായ അങ്ങേക്ക് ഐശ്വര്യങ്ങളും എല്ലാ ഷഡ്ഗുണാദികളുമുള്ള സമ്പന്നനായ, ഇതെല്ലാം ആർക്ക് പറഞ്ഞു തന്നെയാണ്? കൃഷ്ണന് പറഞ്ഞു തന്നെയാണ്. ഇവിടെ ആർക്കും പറയുന്നത്?
ബലരാമനും പറയുന്നത്. അപ്പം ഗോപികമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി കൃഷ്ണൻ വരേണ്ട ആവശ്യമില്ല, ബലരാമൻ വന്നാലും മതി. ഇനി ബലരാമനും വരേണ്ട ആവശ്യമില്ല, ആര് വന്നാൽ മതി? അവരവരുടെ ഭർത്താക്കന്മാർ വന്നാൽ മതി. ഇങ്ങനെ വേദവ്യാസം പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും ചിന്തിക്കാൻ കഴിയില്ല, ഒരു രക്ഷയും. അറിവില്ലാത്ത ശരണം പ്രാപിച്ച എന്നെ വിട്ടയക്കുവാൻ കനിവുണ്ടാകണം. ഞാൻ അറിവില്ലാത്തവളാണ്, എന്നെ വിട്ടയക്കണം, ഇങ്ങനെ 10-100 തുണ്ടൊന്നാക്കണ്ട എന്ന് പറഞ്ഞു. ഈ വിധം 28 ഈ വിധം അപേക്ഷിച്ചപ്പോൾ ബലരാമൻ യമുനയെ വിട്ടയച്ചു. അനന്തരം പിടിയാനയോടൊപ്പം മതയാനയെപ്പോലെ സ്ത്രീകളോടുകൂടി ജലത്തിൽ ഇറങ്ങി. ഒരാത്മീയ ഗന്ധത്തിൻ്റെ ഒരവസ്ഥയെ എന്തെല്ലാം വാക്കുകളാണ്! ഇപ്പോഴത്തെ കവികൾ പോലും ഇങ്ങനെയൊന്നും പറയില്ല. പിടിയാനയോടൊപ്പമുള്ള മതയാനയെ പോലെയാണ് ബലരാമൻ സ്ത്രീകളോടൊത്ത് ഗംഗയിൽ രമിക്കാൻ ഇറങ്ങിയത്. 29 ഇഷ്ടം പോലെ ക്രീഡിച്ച ശേഷം ജലത്തിൽ നിന്നും ഇറങ്ങി വന്ന ബലരാമന് അപ്പം ജലത്തിൽ നിന്നും ഇറങ്ങി വന്നു, ഇഷ്ടം പോലെ ക്രീഡിച്ചതിൻ്റെ ശേഷം. ഉദാഹരണം, പിടിയാനേൻ്റെ പരം മതമൂത്ത മതയാനയെപ്പോലെ ഈ ജലത്തിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ മഹാലക്ഷ്മി 2 നീലപ്പുടവയും ആഭരണങ്ങളും പൂമാലയും നൽകി. അപ്പം മഹാലക്ഷ്മി തന്നെ വന്നിട്ട് ആടെ ആഭരണങ്ങളും നൽകി, പൂമാലയും നൽകി, ഇടാനുള്ള വസ്ത്രങ്ങളെല്ലാം വന്ന് എന്ത് ചെയ്തു? മഹാലക്ഷ്മി ഇറങ്ങി വരികയാണ്. അവിടുന്ന് കൃഷ്ണൻ്റെ ശ്രീഹരിയുടെ പാറിടത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ആ വസ്ത്രങ്ങളും മാലകളും എല്ലാം ധരിച്ച് ബലരാമൻ ദേവേന്ദ്രൻ്റെ വെള്ള ആനയെപ്പോലെ അപ്പോൾ വിളങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വസ്ത്രമെല്ലാം ഇട്ട് നിന്നപ്പോൾ ദേവേന്ദ്രൻ്റെ വെളുത്ത ആനയെപ്പോലെ ഉണ്ടായിരുന്നു ബലരാമൻ്റെ അപ്പോഴത്തെ അവസ്ഥ. ആര് കൊടുത്തത്? മഹാലക്ഷ്മി കൊടുത്തത്. ഇനി കലപ്പയാൽ ഊതുവലിക്കപ്പെട്ട വഴിയിലൂടെ ഒഴുകുന്ന യമുനാ നദി ഇപ്പോഴും ബലരാമന്റെ വീര്യകൃത്യത്തെ വർണ്ണിക്കുന്നത് പോലെ തോന്നുമത്രേ. അപ്പൊ ഈ ബലരാമന്റെ കലപ്പയോട് വലിച്ചിട്ട് വഴിയിലോട്ട് കൊണ്ടുപോയല്ലോ യമുനാ നദിയില്. അപ്പൊ ആ യമുനാ നദി ഇപ്പോഴും ഒഴുകുമ്പോൾ അത് ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്? ബലരാമൻ പണ്ടിട്ട് ചെയ്ത വീരകൃത്യങ്ങൾ. ഇതല്ലാണ്ട് വീര്യകൃത്യം, ഇത് നല്ലോണം പൂസായിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടിയതാണ് വീര്യകൃത്യം. അതിപ്പോഴും യമുനാ നദി ഓർക്കുന്നുണ്ട് പോലും അദ്ദേഹത്തിന്റെ വീരകൃത്യം. എന്നിട്ട് എന്ത് പറയുന്നു? ഇനി 32 പറയാണ്, ഗോകുലനാരിമാരുടെ മധുരഭാവങ്ങളാൽ ആകൃഷ്ടരായ ചിത്തത്തോടു കൂടിയ ബലരാമൻ ഗോകുലനാരിമാരുടെ മധുര ഭാവങ്ങളാൽ, അപ്പോൾ നാരിമാരുടെ പല ഭാവങ്ങളല്ലോ ഉണ്ടല്ലോ, ആ ഭാവങ്ങളാൽ അതിൽ ആകൃഷ്ടനായിട്ട് ചിത്തനായ ശ്രീ ബലരാമൻ ഇപ്രകാരം രമിച്ചുകൊണ്ടിരിക്കെ എല്ലാ രാത്രികളും ഒറ്റ രാത്രിയായിട്ട് കടന്നുപോയി. എത്രയോ രാത്രികളുള്ളതല്ല, ഒരൊറ്റ രാത്രി പോലെയാണ് കടന്നുപോയത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കഥകളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഉത്തരമെല്ലാം കണ്ടെത്തും. എന്താണ് ഉത്തരം? എല്ലാം മായാലോകമാണ്. ഈ കാണുന്നതെല്ലാം കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണനുമാണ്, മഹാലക്ഷ്മിയാണ്, എല്ലാമാണ്, ബലരാമനും എല്ലാമാണ്. അവരവരുടെ ഭാവനക്കനുസരിച്ച് എടുത്തോളുക. പക്ഷേ ഒന്നേ ഉള്ളൂ, എല്ലാം ഒരു ശ്രീഹരിയിൽ നിന്ന് വന്നത് തന്നെയാണ്. ഇതിൽ ആത്മീയമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരൊറ്റ ശക്തിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. നമ്മളതിൻ്റെ എല്ലാം കരുക്കൾ മാത്രമാണ്. എല്ലാറ്റിലും
ഒരേ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഉത്തരം അപ്പോഴേ നമുക്ക് ഭാഗവതത്തെ ശരിയായ നിലയിൽ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാത്തിലും ഒരേ വസ്തുവാണുള്ളത്, ഒരേ ഈശ്വരനാണുള്ളത്, ഒരേ ബ്രഹ്മമാണുള്ളത് എന്ന സത്യം മനസ്സിലാക്കുക. പുരുഷനായാലും സ്ത്രീ ആയാലും അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ശക്തിയാണ്. ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ആ ശക്തി തന്നെയാണ്. അതങ്ങനെയാണ് ഈ ലോകത്തെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. മദ്യപിക്കുന്ന ആളും കാണും, മദ്യപിക്കാത്ത ആളും കാണും, അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരും പലതരം ആൾക്കാരുണ്ട്. അവരെല്ലാം അങ്ങ് ജീവിച്ചു പോവുക. പക്ഷേ ഒന്ന് ചിന്തിക്കുക, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. ആ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനായിട്ട് ഇങ്ങനെ ലീലകൾ ആടുന്നത്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു സംശയം ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് ഇത് മുഴുവൻ ആകെ തലക്ക് വട്ടടിക്കുന്ന മാതിരിയായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഭാഗവത പ്രഭാഷണവും, നമുക്കറിയാലോ ഭാഗവതത്തിൽ 10 അധ്യായങ്ങളെല്ലാം ഉണ്ടായിട്ട് എല്ലാവരും കഴിഞ്ഞ് ദശമസ്കന്ധത്തിലാണ് പിടിക്കുക. എന്തൊക്കെ പറയാൻ പറ്റിയ ഈ ദശമസ്കന്ധത്തിലാണുള്ളത്. അതുകൊണ്ട് ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ദശമസ്കന്ധമാക്കിയിട്ട് മാറ്റി. ആ ദശമസ്കന്ധത്തിലും ഇങ്ങനെ പലതും പറയാൻ പറ്റാത്തത് ആ ഭാഗത്തേക്ക് കടക്കുകയില്ല. എന്നിട്ട് അതങ്ങ് വിട്ടേക്കും. എന്നിട്ട് എന്തെല്ലോ ധാരണകൾ വെച്ച് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. ഭാഗവതമായിട്ട് ഒരു ബന്ധമില്ലാതെ എന്തെല്ലോ കാട്ടിക്കൂട്ടി ആത്മീയത എന്തെല്ലോ വെച്ച് എന്തെല്ലോ മിഥ്യാധാരകളായിട്ട് ധാരണകൾ വെച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ച് പോവുകയാണ്.